വേനൽ കത്തുമ്പോഴും ഭൂപ്രദേശം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നായി ഇടുക്കിയിൽ സ്ഥാനാർത്ഥികൾ ഇടവേളകളില്ലാതെ ഓട്ടത്തിലാണ്. ഹൈറേഞ്ചിലെയും ലോ റേഞ്ചിലെയും കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന പ്രശ്നമെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും പറയുന്നു. ഇടുക്കി മണ്ഡലത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അതിർത്തി വരെ പോകണമെങ്കിൽ 200 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. എങ്കിലും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പരമാവധി എത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ മീനമാസ ചൂടിനൊപ്പം പ്രചരണ ചൂടും ഇടുക്കിയിൽ കൊഴുക്കുകയാണ്. തീപ്പൊരി പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളുള്ളത് ജോയ്സ് ജോർജ് MP ആണ്. അദ്ദേഹം ഇവിടെ കോതമംഗലത്താണുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം ഈ ഇടുക്കിയുടെ ഒരു അവസ്ഥയും ഈ ഓട്ടവും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. MP, എങ്ങനെ ചൂട് എങ്ങനെ ഉണ്ട്? ഇടുക്കിയിൽ ചൂടുണ്ട്, ചൂടില്ലാത്ത സ്ഥലമുണ്ട്. അതുതന്നെയാണ് ഇടുക്കിയുടെ പ്രശ്നവും. ഇപ്പം മൂന്നാറിൽ പോയാൽ വലിയ ചൂടില്ല, വൈകുന്നേരമൊക്കെ ആയാൽ തണുപ്പാണ്. പക്ഷേ കോതമംഗലത്തേക്കും തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയിലേക്ക് എത്തുമ്പോൾ വലിയ ചൂടാണ് രാത്രിയും പകലും. എന്നാൽ കട്ടപ്പന അടിമാലിയുള്ള സ്ഥലങ്ങളിൽ ഈ ചൂടും തണുപ്പും കൂടിയ ഒരു സൈസ് സമ്മിശ്രമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ മാറ്റമാണ് വെല്ലുവിളി, അല്ലാതെ ചൂടല്ല വെല്ലുവിളി. ചൂട് മാത്രമാണെങ്കിൽ നമുക്ക് സഹിക്കാം, തണുപ്പ് മാത്രമാണെങ്കിൽ പിടിച്ചിരിക്കാം. പക്ഷേ ഈ മാറിയ കാലാവസ്ഥയിലൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അതുണ്ടാക്കുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതാണ് ഈ ഹൈ റേഞ്ച് ലോ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇടുക്കിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഹൈ റേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ അല്പം തണുപ്പുള്ള കാലാവസ്ഥ, താഴേക്ക് വരുമ്പം നേരെ വിപരീതമായ ഒരു കാലാവസ്ഥ. വലിയ തോതിൽ സ്ഥാനാർത്ഥികളൊക്കെയും പ്രചാരണ ചൂടിലാണെങ്കിൽ പോലും വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഇടുക്കിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ രണ്ടാം തവണയാണ് ഇത്രയും കിലോമീറ്റർ ഓടുന്നൊരു ഒരു അവസ്ഥ. അതെങ്ങനെ ഈ പ്രചരണം എങ്ങനെ? അല്ല, നമ്മളിപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം പൂർത്തിയാക്കുകയാണ്, പകുതി കഴിഞ്ഞു. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ 7 അസംബ്ലി മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഒരു പ്രതിസന്ധിയല്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലവും ഞാനിങ്ങനെ നിരന്തരമായി ഈ 7 അസംബ്ലി മണ്ഡലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പുതുമയല്ലാത്തത് കൊണ്ടും ഇതൊരു പ്രതിസന്ധി അല്ലാത്തത് കൊണ്ടും എനിക്കൊരു വിഷയമല്ല. അല്ല, എങ്കിലും യാത്ര ഒരു ബുദ്ധിമുട്ടാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഇപ്പോൾ മുണ്ടക്കെ എൻ്റെ വരെ വരിക എന്ന് ഏതാണ്ട് 250 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ആ ഒരു യാത്ര ആ യാത്ര സ്വാഭാവികമായും യാത്ര ചെയ്തതായ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയും മനസ്സും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന യാത്രയുടെ പ്രതിസന്ധിയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അതിജീവിക്കുകയാണ്. ഞാൻ ആദ്യം പാർലമെൻറ്റ് അംഗമാകുമ്പോൾ തന്നെ എനിക്കറിയാം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ വളരെ വേഗത്തിൽ ഓടിയാൽ മാത്രമാണ് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വേഗത്തിലുള്ള ഓട്ടത്തിന് പറ്റുന്ന തരത്തിലേക്ക് മനസ്സിനെ സജ്ജമാക്കി നിർത്തിയിട്ടുള്ളത് കൊണ്ട് ഈ ദൂരവും എനിക്കൊരു പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പ് എങ്ങനെ ഒരു പ്രചരണം വന്നത് എങ്ങനെ വിയർക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? എങ്ങനെ എന്തോ ഒരു അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കാലാവസ്ഥയൊക്കെ പുറത്തുണ്ട്, ചൂടുമൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചുറ്റും നിൽക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും വല്ലാത്ത തോതിൽ എന്നോട് കാണിക്കുന്ന സ്നേഹം അത് ഏത് ചൂടിനെയും തണുപ്പിക്കുന്ന തരത്തിലുള്ള കുളിർമയുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഈ ചൂട് അല്ലെങ്കിൽ പുറമേ കാണുന്ന ഈ ചൂടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വേർപ്പിക്കില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെയാണ്, കഴിഞ്ഞ തവണ എതിരുണ്ടായിരുന്ന മുഖം തന്നെയാണ് ഇത്തവണയും. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥിയെ കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നമ്മൾ വിഷയാധിഷ്ഠിതമാണ്. ആ വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ എൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എതിർപക്ഷത്ത് ആര് എന്നുള്ളതല്ല, മറിച്ച് ഇപ്പുറത്തെ മികവിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനം വിലയിരുത്തേണ്ട ഒന്നാണ്. ആ വിലയിരുത്തൽ 5 വർഷക്കാലം സത്യസന്ധമായി ആത്മാർത്ഥമായി ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അത്തരമൊരു ആത്മവിശ്വാസത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും ഓട്ടമാണ്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് ഇവിടെ തൊട്ടടുത്ത് കോതമംഗലത്തിനടുത്തൊരു സ്ഥലത്താണ് നമ്മൾ കണ്ടുമുട്ടിയത്. പൈങ്ങോട്ട് എന്ന സ്ഥലത്താണ് കണ്ടുമുട്ടിയത്. സ്വന്തം മണ്ഡലം ഡീൻ്റെ വീടിനടുത്ത് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ യാത്ര തുടരുന്നത്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന ആവേശകരമായ ഒരു മുന്നേറ്റമാണ് പ്രചരണ രംഗത്ത് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും വലിയ സ്വീകരണങ്ങൾ ആണ് സ്ഥാനാർത്ഥിയായതിനു ശേഷം ലഭിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പ് നൽകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഐക്യമുന്നണിയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് സൂചന തരുന്ന വിധത്തിലുള്ള ആവേശകരമായ ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനപ്പോൾ ഈ മീനവെയിൽ ചൂട് എങ്ങനെ ബാധിക്കുന്നുണ്ടോ ആരോഗ്യത്തെ ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതൊരല്പം കഠിനമാണ്. എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു വലിയ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇനി ഇതല്ല, ഇതിനപ്പുറത്തെ ചൂടും അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും നമ്മൾ സന്നദ്ധരാണ്. ഈ ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാവുന്ന പോലെ വലിയ പാടാണ്. ഇവിടുന്ന്
ഒരു 2 വരെ ചെല്ലണമെങ്കിൽ 250-250 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ആ യാത്ര എങ്ങനെയാണ് ഈ ഒരു ഓട്ടത്തെ എങ്ങനെ കാണുന്നത്? എങ്ങനെ? അല്ല, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഈ നാട്ടിലാണ് എൻ്റെ സ്വന്തം എന്താ പറയുക, എൻ്റെ ജന്മസ്ഥലം, എൻ്റെ വീട്, ഇതൊക്കെയുള്ള നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആണ് ഞാൻ മുഴുവൻ സമയവും പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി എനിക്ക് ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടേ ഇല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള നിലയിൽ ഇതൊരു വലിയ വിസ്തൃതമായ മണ്ഡലമാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല.